ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്കെൽറ്റൻ ഫാമിൻ്റെ വീഡിയോ ഇട്ടാണ് വന്നേക്കണം. അതിന് വേണ്ടിയുള്ള എല്ലാ സാധനവും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ബാരലിൽ. അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് പോകാം. അതിന് മുമ്പ് ഞാൻ വേറൊരു സംഭവം കണ്ടുപിടിച്ച് അത് ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. വേഗം ഞാൻ അങ്ങോട്ട് എത്തട്ടെ. ഓക്കെ, ഇതിലും വഴിയാണ് ഗൈസ് അങ്ങോട്ട് പോകേണ്ടത്. ഞാൻ അവിടെ ഒരു അടയാളത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെച്ചേക്കുവാണ്. താഴത്തോട്ട് ഇറങ്ങാൻ ഇച്ചിരി പാടാ. ഞാൻ ഇറങ്ങിയിട്ട് ഇതേ തന്നെ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ആ സംഭവം. എത്തിയില്ലേ? ഇതാണ് ആ സാധനം. എന്തേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയാൻ മേല. ഇതിനുള്ള ഒരു വഴി ഉണ്ടാക്കുമ്പോൾ ഞാൻ കണ്ടുപിടിച്ചാണിത്. ഞാൻ അതിൻ്റെ മേലെ കൂടി ഓർഡർ വെച്ച് കാണിച്ചു തരാം. ഞാൻ ഓർഡർ വെച്ച് കേൾപ്പിച്ചു തരാം ഗൈസ്. ഗൈസ് പിന്നെ ഇതും കണ്ട, ഞാൻ മറ്റേ സ്പൈ ക്യാം എടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ടാ? പിന്നെ ഇല്ല ഗൈസ്, ഇത് ഉണ്ടാക്കാൻ വേണ്ടി അധികം സാധനമൊന്നും വേണ്ട ഗൈസ്. മറ്റേ ഷാർപ്പായിട്ടേക്കണ ഡയമണ്ട് പോലത്തെ സാധനം, പിന്നെ 2 കോപ്പറും ഇങ്ങറ്റും മതി ഗൈസ്. സിമ്പിൾ ഗൈസ് ഉണ്ടാക്കാം. പക്ഷെ മറ്റേ പെർപ്പിൾ കളറുള്ള അത് കണ്ടുപിടിക്കണം. പിന്നെ ഗൈസ് നമ്മളൊരു സ്പ്രൂസ് മരം ഇവിടെ നട്ടായിരുന്നു നമ്മുടെ കയ്യിലുള്ള സീഡ് കൊണ്ട്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ഈ സ്പോണർ. ഇതിൻ്റെ ഒരു സൈഡ് വലിയ കേവായിരുന്നു, അതൊക്കെ ഞാൻ അടച്ച് ഒരു സ്ക്വയർ ബോക്സ് പോലെ ആക്കി. നമുക്ക് ഈ ചെസ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ചേക്കാം. ഇനി ഐസ് ഇവിടെ നിന്നില്ലേ എല്ലാ സൈഡിലോട്ടും 4 ബ്ലോക്ക് വീതം മാറ്റണം. ഇവിടെ ആയിട്ട് ഐസ് ആ കേവ് ഉണ്ടായിരുന്നത്. അങ്ങനെ 4 സൈഡ് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി അത് മുഴുവൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ 4 സൈഡും ക്ലിയർ ചെയ്ത് ഇനി ഇതിൻ്റെ മേളിലായിട്ട് ഓരോ ബ്ലോക്ക് വെക്കണം. അതിൻ്റെ മേളിൽ വരെ മുട്ടിച്ച് ബ്ലോക്ക് വെക്കണം. അല്ലെങ്കിൽ ഇല്ലേ ഇതിൻ്റെ മേളിൽ സ്പോണാകും നമ്മുടെ ആ സ്കെൽറ്റൻ. അങ്ങനെ അത് താഴത്തോട്ട് വരാതെ വരും. അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴത്തോട്ട് 4 ബ്ലോക്ക് കുഴിക്കണം. അങ്ങനെ നമ്മൾ 4 ബ്ലോക്ക് കുഴിച്ച് ഇനി ഇല്ലേ ഗൈസ് അവിടെ ഒരു വെള്ളം ഒഴിച്ച് ആ വീഡിയോ ഞാൻ ഇടാൻ വിട്ടുപോയി ഗൈസ്. അവിടെ വെള്ളം ഒഴിച്ചതേ അങ്ങനെ ഇടാൻ വിട്ടുപോയി. ഇനിയില്ലേ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ 4 ബ്ലോക്ക് നമ്മൾ അവിടെ കുഴിച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളം മേളിൽ ഒഴിക്കണം. പിന്നെ വീണ്ടും ഒരു 2 ബ്ലോക്ക് താഴത്തോട്ട് ഒന്നുകൂടി കുഴിക്കണം. അതൊരറ്റത്ത് മാത്രം മതി, ആ വെള്ളം വരാത്ത സൈഡിൽ. ആയിട്ട് അങ്ങേ അറ്റത്തുനിന്ന് വെള്ളം ഒഴിക്കണം. ആയിട്ട് ഇവിടെ നിന്ന് താഴത്തോട്ട് കുഴിക്കണം. അത് കുഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ക്യാബിൻ ഉണ്ടാക്കണം, കില്ലിംഗ് ചേമ്പർ. ഇവിടെ അത് ഞാൻ താഴത്തോട്ട് കുഴിച്ച് ഒരു 5 ബ്ലോക്ക് കുഴിക്കണം. എന്നിട്ട് നമ്മൾ 5 ബ്ലോക്കിൻ്റെ അവിടെ വെച്ചൊരു ചേമ്പർ ഉണ്ടാക്കണം, ഒരു കില്ലിംഗ് ചേമ്പർ. അത് നിങ്ങൾക്ക് മുള്ള പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഗൈസ്. നിങ്ങളുടെ ഡയമണ്ട് കിട്ടി ഗൈസ്. സെറ്റപ്പ് ഡയമണ്ട് സെറ്റായി ഗൈസ്. നമുക്ക് ഡയമണ്ട് കിട്ടി. അയ്യോ സോറി ഗൈസ്, ഇൻവെൻട്രിയിൽ ഉള്ളു നിറഞ്ഞിരിക്കുക ഗൈസ്. നമ്മൾ മറ്റേ കോപ്പിൾ സ്റ്റോൺ മറ്റേ കാടൊക്കെ പിടിച്ച കോപ്പിൾ സ്റ്റോൺ കളഞ്ഞ് അതായത് പിന്നെ ഡയമണ്ട് കിട്ടി ഗൈസ്. മറ്റേ ഞാൻ ചെസ്റ്റിൽ കൊണ്ട് വെച്ച് നമ്മൾ ഇൻവെൻട്രി ഒക്കെ ക്ലിയർ ആക്കിയായിരുന്നു. ഇത് കുറേ ഡയമണ്ട് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കുറേ ഡയമണ്ട് കിട്ടി. അപ്പോൾ ഗൈസ് ദേ നമ്മളെ ഉണ്ടാക്കി നമ്മുടെ 35 ഡയമണ്ട് കിട്ടി. ഞാൻ 2 ഡയമണ്ട് അവിടെ പെട്ടി വെച്ചേക്കുവാണ് ഗൈസ്. എങ്ങനെ ഇത്രയും കിട്ടിയെന്നറിയാമോ? ഒരു കേവിൻ്റെ അകത്ത് ഞാൻ കയറി, അപ്പോഴാണ് എനിക്ക് കുറേ ഡയമണ്ട് കിട്ടി. പിന്നെ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, ആ കേവിൻ്റെ അകത്തുനിന്ന് എനിക്ക് കുറേ ഡയമണ്ട് കിട്ടി ഗൈസ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്കൊരു ഡയമണ്ട് ആർമറും ടൂൾസും ഉണ്ടാക്കാം. സെറ്റപ്പ്. അത് ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി. ഇതാണ് ഗൈസ് ഡിസൈൻ. എങ്ങനെയുണ്ട് ഗൈസ്? പിന്നെ ഇവിടെ ഞാനൊരു വാട്ടർ എലവേറ്റർ ഉണ്ടാക്കി. അത് നമുക്ക് മാഗ്മ ബ്ലോക്കും സോൾ സാൻഡും വെച്ചിട്ടാണ്. മാഗ്മ ബ്ലോക്ക് വേണമെന്നില്ല ഗൈസ്, അത് ചുമ്മാ ഉണ്ടാക്കിയതാണ്. കണ്ട ഗൈസ്, നല്ല രസമുണ്ടല്ലോ ഇവിടെ. ഇനി ഇപ്പുറത്തെ മാഗ്മ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് പോകാൻ ഇച്ചിരി പാടായിരിക്കും. ഇപ്പം അതുക്കേ പോകത്തുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഫിനിഷ് കിട്ടാൻ വേണ്ടി ഞാൻ മറ്റേ പോളിസ്റ്റ് ഡീപ് സ്ലൈറ്റ് വെച്ച്, പക്ഷെ ഒരു സൈഡ് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പം ഡെർട്ടൊക്കെ കണ്ടത്. പിന്നെ ഞാനില്ലേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്.
മറ്റേ അവിടെ എങ്ങനെയാണ് അത് വർക്കിംഗ് ആണെന്ന് പറയാൻ ഞാൻ വിട്ടുപോയി. ഓക്കെ, അത് കാണിച്ചു തരാം. ഗൈസ് ഇവിടെ എത്തുമ്പോഴേ നല്ല ഡിസൈനൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്. പിന്നെ ഇല്ല, ഇതിൻ്റെ ഈ ട്രാപ്പ് ഡോറിൻ്റെ അടിയിൽ ഒരു ഹോപ്പർ ഉണ്ട്. ആ ഹോപ്പർ ഇതിലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബാരലിലോട്ട് ഹോപ്പർ വീഴുന്ന സാധനങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഒരുത്തൻ കയറി വന്ന്, അപ്പോൾ നമ്മൾ അവനെ ഹോപ്പറിലോട്ട് അവൻ വീഴും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള സ്വാഡ് പൊട്ടിപ്പോയി. അടുത്ത എപ്പിസോഡിൽ ഞാൻ മറ്റേ ഡയമണ്ട് സ്വാഡ് എൻ്റെ കയ്യിലുണ്ട്, പിക്കാക്സും ഉണ്ട്. അപ്പോൾ ആക്സൊക്കെ ഉണ്ടാക്കാനുള്ള ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവന്മാരെ ഒന്ന് കൊല്ലണം. ഞാൻ ഒരു പണ്ട് പിക്കാക്സ് എടുത്ത് വെട്ടാം. കണ്ട ഗൈസ്, അപ്പോൾ നമുക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടും. കണ്ടാ, ഇവന്മാരിങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ അറിയാതെ ട്രാപ്പ് ഡോർ കൈ കൊണ്ടാണ്. നിങ്ങൾക്ക് ട്രാപ്പ് ഡോറിനുള്ള സ്ലാബും വെക്കാം, പക്ഷെ എനിക്ക് ട്രാപ്പ് ഡോർ വെച്ചേക്കുവാ ഞാൻ.